കയ്പമംഗലത്ത് ജനങ്ങളുടെ യാത്രാ ദുരിതം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സിപിഐയുടെ പ്രതിഷേധം. ദേശീയപാതയിലെ മേൽപ്പാലം പ്രവർത്തനക്ഷമമായതോടെ ബസ്സുകൾ സർവീസ് റോഡ് ഒഴിവാക്കി മേൽപ്പാലം വഴി സർവീസ് നടത്തുന്നത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുവെന്നാരോപിച്ചാണ് സമരം. ദേശീയപാതയിലെ മേൽപ്പാലം പ്രവർത്തനക്ഷമമായതിനു പിന്നാലെ കയ്പമംഗലം പഞ്ചായത്തിന്റെ തെക്കൻ മേഖലകളിൽ നിന്നെത്തുന്ന ബസ്സുകൾ സർവീസ് റോഡ് ഒഴിവാക്കി മേൽപ്പാലം വഴി സർവീസ് നടത്തുന്നത് ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് കാരണമാകുന്നതായി ചൂണ്ടിക്കാട്ടി സിപിഐ കയ്പമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പനമ്പിക്കുന്ന് ഭാഗത്തുനിന്ന് വടക്കോട്ട് പോകുന്ന ബസ്സുകൾ സർവീസ് റോഡ് ഉപയോഗിക്കാതെ മേൽപ്പാലം വഴി കടന്നു പോകുന്നത് മൂലം സർവീസ് റോഡിനോട് ചേർന്ന പ്രദേശങ്ങളിലെ യാത്രക്കാർക്ക് ബസ്സുകളിൽ കയറുന്നതിനും ഇറങ്ങുന്നതിനും വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നതായി നാട്ടുകാർ പരാതിപ്പെടുന്നു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, വയോജനങ്ങൾ തുടങ്ങി പൊതുഗതാഗതത്തെ ആശ്രയിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നതെന്നും സിപിഐ ആരോപിച്ചു. ജനങ്ങളുടെ യാത്രാ പ്രശ്നത്തിൽ പഞ്ചായത്ത് ഭരണസമിതി ഫലപ്രദമായി ഇടപെട്ടില്ലെന്നും പാർട്ടി നേതാക്കൾ വിമർശിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി ബസ്സുകൾ തടഞ്ഞ് സർവീസ് റോഡ് വഴി തിരിച്ചുവിടുകയും യാത്രക്കാരുടെ പ്രശ്നങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. വിഷയത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് ആർടിഒയ്ക്കും പോലീസിനും പരാതി നൽകിയിട്ടുണ്ടെന്നും സർവീസ് റോഡിലെ കുഴികളും തകർച്ചകളും പരിഹരിച്ച് ഗതാഗത യോഗ്യമാക്കാൻ ദേശീയപാത അതോറിറ്റിയെ കൊണ്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ മുൻകൈ എടുക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. സിപിഐ നേതാക്കളായ ഇആർ ജോഷി, എം.ഡി. സുരേഷ്, പി.കെ. റഹീം, നജീറ നൂർജിദ്ദീൻ, ദിവ്യ അനീഷ്, നൌഷാദ് കില്ലാടി, പി.എച്ച്. അബ്ദുള്ള, അലി അസ്കർ, ഇ.എസ്. സതീശൻ, സോമൻ കൊതങ്ങത്ത്, സി.എ. ധർമ്മദാസ്, കെ.ആർ. പ്രസാദ്, സി.സി. വിപിൻ, അജിത് കൃഷ്ണൻ, അഷ്റഫ് തണ്ടാശ്ശേരി എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. മീഡിയ ടൈം, കയ്പമംഗലം.